ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു വിജുവാലി 2.0. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് +2 അക്കൗണ്ടൻസിൽ 2 കാറ്റഗറി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് ആണെങ്കിലും AFS കുട്ടികളാണെങ്കിലും നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു വർഷം മുതൽ വരാൻ പോകുന്ന SA മാർക്കിലൊരു എക്സാം പാറ്റേണിൻ്റെ ഡിഫറൻഷിയേഷനാണ്. അതായത് എങ്ങനെയാണ് നമുക്ക് ഇനി SA മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാം. SA മാർക്കിന്റെ ഡിഫറൻസ്, അതായത് എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷം നമുക്ക് SA മാർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലെ കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടികളുടെയും AFS കുട്ടികളുടെയും കാര്യം പറയുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് നോർമലി ഈ SA ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 8 മാർക്കിനാണ് വരാറ് അല്ലെ. നമുക്ക് എപ്പോഴും 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, അല്ലെങ്കിൽ 8 മാർക്കിന്റെ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരുന്നു. മേ ബി 2 പ്രോബ്ലം ഒക്കെ തരും. 2 പ്രോബ്ലം തന്നിട്ട് അതിൽ നിന്ന് ഒരു പ്രോബ്ലം നമുക്ക് 8 മാർക്കിന്റെ ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ നമുക്ക് 8 മാർക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരൊറ്റ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് ഒരെണ്ണം നോക്കിയാൽ മതി. പക്ഷേ നമ്മുടെ മോഡൽ എക്സാമും അതുപോലെ തന്നെ AFS കുട്ടികളുടെ ക്രിസ്മസ് എക്സാമും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ കാണാൻ സാധിക്കാം? അവിടെ നമുക്ക് 8 മാർക്ക് എടുത്ത് കളഞ്ഞിട്ട് 6 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ്, അതായത് 12 മാർക്ക്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുപോലെ. അതായത് മിസ് ഇതുപോലെ ക്രിസ്മസ് എക്സാം എടുത്ത് നോക്കിയപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോഴും കാണാൻ സാധിച്ചതാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു പാറ്റേണിലേക്ക് നമ്മുടെ അക്കൗണ്ടൻസി പേപ്പർ മാറിയത്? ഇത് മാറുന്നതിന്റെ ഗുണം എന്താ? നമുക്ക് 8 മാർക്ക് എന്നുള്ളടത്ത് 12 മാർക്കിന്റെ വലിയ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരുന്നു അല്ലെ. നമ്മൾ അത്യാവശ്യം മാർക്ക് സ്പെൻഡ് ചെയ്യേണ്ട, അത്യാവശ്യം മാർക്ക് നമുക്ക് കിട്ടേണ്ട ടൈം തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ അധികം പഠിക്കേണ്ടത് ഏതാണ്? 8 മാർക്കിന്റെ പ്രോബ്ലത്തിന് പകരം 6 മാർക്കിന്റെ 2 പ്രോബ്ലങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്ത് പോവാം. മോഡൽ എക്സാം കഴിയുന്നത് വരെ നമുക്ക് അതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 2025 ഇത് 2025 ഫെബ്രുവരിയിലെ CS കുട്ടികളോടും AFS കുട്ടികളോടും ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു അറിയോ? AFS കുട്ടികളോട് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. 3 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. 3 ക്വസ്റ്റ്യൻസ്, ഒന്ന് ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ ഏവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വഴി, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വഴി, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് വഴി. ഒരിക്കലും ഗുഡ്വില്ലിന്റെ പ്രോബ്ലം നമുക്ക് ഇതുവരെ SA ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും വലിയ മാർക്കിന്റെ ചോദ്യമായിട്ട് പോയിട്ടില്ല. പക്ഷെ 2025 സംഭവിച്ചു അല്ലെ. റീവാലുവേഷൻ അക്കൗണ്ട് നോർമലി എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നത് പോലെ തന്നെ അത് SA ക്വസ്റ്റ്യനിലേക്ക് പോയി. പക്ഷെ അത് 6 മാർക്കിലേക്ക് ചുരുങ്ങി. റിയലൈസേഷനും ഇതേപോലെ 6 മാർക്കിലേക്ക് ചുരുങ്ങി. അപ്പോൾ ഓരോ കുട്ടികളും നോർമലി എല്ലാവരും എന്താ ചെയ്യാന്നറിയോ? 8 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ മേ ബി റീവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടാണ് വരിക. അപ്പൊ എല്ലാവരും റീവാലുവേഷൻ അക്കൗണ്ട് വെള്ളം പോലെ പഠിച്ചു വെച്ച് പോവും, റിയലൈസേഷൻ ചെയ്യാതെയും പോവും. പക്ഷെ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും 2 സെലക്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിയലൈസേഷനും കൂടി സെലക്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ ഇതിൽ ഗുഡ്വിൽ ആഡ് ചെയ്ത പോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്ക് വന്നത് എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? അതായത് AFS കുട്ടികളും കൂടി ശ്രദ്ധിക്കുക, അവർക്ക് അറിയണ്ടാവില്ല. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്ക് ഇത്തവണ വന്നത് 3 ക്വസ്റ്റ്യൻസ് തന്ന് ചൂസ് എനി 2. അവർക്ക് വന്നത് റിയലൈസേഷനും ക്യാപിറ്റൽ അക്കൗണ്ടും നോർമലി വരാറുണ്ട്. ലോൺ അക്കൗണ്ട് ഫോർ 4 ഇയേഴ്സ്, അത് സിമ്പിൾ വണ്ണാണ് അല്ലെ. ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ 2 ക്വസ്റ്റ്യൻസും കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ലോൺ അക്കൗണ്ട് AFS കുട്ടികളിൽ വന്ന ഗുഡ്വിൽ അക്കൗണ്ട്, ഈ ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ, ഇത് രണ്ടും നമുക്ക് പുതിയ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് തള്ളപ്പെട്ടു. റിയലൈസേഷനും റിവാലുവേഷനും നമുക്ക് എപ്പോഴും തരാറുള്ളതാണ്. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ അവസ്ഥ? 3 എണ്ണം 6 മാർക്കിന് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് തരും. 6 മാർക്കിന് 3 ക്വസ്റ്റ്യൻസ് ആയാലും ഏതെങ്കിലും 2 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. കാരണം 12 മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ മിസ് വിചാരിച്ചു, നിങ്ങൾ പഠിക്കേണ്ട നമുക്കിപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം. പാർട്ട് 1 നിന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 6 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എല്ലാ പാഠത്തിലും നോക്കിയാലോ ഏതൊക്കെയാണ് നമുക്ക് 8 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിലേക്ക് പോകാൻ ചാൻസ് ഉള്ളത്. ഇപ്പൊ മിസ്സിന് മനസ്സിലായോ? ഒന്നെയും ഗുഡ്വിൽ അല്ലെങ്കിൽ ലോൺ പോയ സ്ഥിതിക്ക് ഇനിയും നമുക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ SA ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കുക. അതായത് ഷുവർ ആയിട്ട് പഠിക്കുക. SA ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കൂടുതൽ മാർക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ്. കൂടുതൽ ടൈം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു 5 മിനിറ്റ് മതി. മാക്സിമം ആണ് 5 മിനിറ്റ് മതി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന്, ചാപ്റ്റർ 2 അഡ്മിഷന്റെ പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട റിവാലുവേഷൻ പ്രോബ്ലം. ഇത് നോർമലി എല്ലാ കുട്ടികളും പഠിക്കട്ടെ, ഒരാളും നന്നല്ല.
ജയിക്കേണ്ടവരും ഡബിൾ പാസ് വേണ്ടവരൊക്കെ ആദ്യം പ്രോബ്ലം പഠിക്കേണ്ടത് ഈ റിവാലുവേഷൻ ആണ്. ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത് അഡ്മിഷൻ സമയത്താണ്. അപ്പൊ അഡ്മിഷൻ സമയത്ത് പുതിയ പാർട്ട്ണർ വരും. അപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അയാൾ വരുമ്പോൾ ഗുഡ് വിൽ കൊണ്ടുവരും. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം, റീവാല്യൂ ഓഫ് അസറ്റ്. ഒപ്പം തന്നെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ പഠിക്കുക. അതിന്റെ കൂടെ തന്നെ ഓൾഡ് പാർട്ട്നേഴ്സും ഒരു ന്യൂ പാർട്ട്ണറും കൂടി 3 പാർട്ട്നേഴ്സ് ഉണ്ടാവും. ദെൻ ന്യൂ ബാലൻസ് ഷീറ്റ്. ഇത് 3ഉം കൂടി നിങ്ങൾ ഫസ്റ്റ് പഠിക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് 3ഉം പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുക. ഈ 3 കൂടിയിട്ട് 1 പഠിക്കാം. റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, പുതിയ ബാലൻസ് ഷീറ്റ്. ഒപ്പം തന്നെ റിട്ടയർമെന്റ്. ഇനി നമുക്ക് പറയാൻ പറ്റില്ല റിട്ടയർമെന്റ് സമയത്താണ് റിവാലുവേഷൻ അക്കൗണ്ട് പ്രോബ്ലം തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടയർമെന്റ് നമ്മൾ ചെയ്യേണ്ടി വരും. സോ റിട്ടയർമെന്റ് സമയത്ത് റിട്ടയറിംഗ് പാർട്ട്ണർ ഉൾപ്പെടുന്ന പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും റിവാലുവേഷൻ അക്കൗണ്ട്. ഇവിടെ എന്താ സംഭവം? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് എന്ത് കൊടുക്കണം? ബാലൻസ് ക്യാരിയർ കൊടുക്കരുത്. അയാൾക്ക് അയാളുടെ ക്യാഷ് ആയിട്ട് എമൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ എക്സിക്യൂട്ടറിന്റെ ലോണിലേക്ക് എഴുതി തള്ളാം. അപ്പൊ ഒരു പാർട്ട്ണർ ഇവിടെ കുറയാണ് ചെയ്യാട്ടോ. അവിടെ ഒരു പാർട്ട്ണർ കൂടുമ്പോൾ ഇവിടെ പുതിയ ബാലൻസ് ഷീറ്റിൽ 3 ആളുടെ ക്യാപിറ്റൽ ഉണ്ടാവും. എന്നാൽ റിട്ടയർമെന്റ് സമയത്ത് പുതിയ ബാലൻസ് ഷീറ്റിൽ 2 ആളുടെ ക്യാപിറ്റൽ നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, റിട്ടയർമെന്റും റിവാലുവേഷനും. ദെൻ ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ. ഒരിക്കൽ പോലും നമ്മൾ ആവറേജും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്റ്റുഡൻസും പഠിക്കാം ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും അതുപോലെ തന്നെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ് പഠിക്കാം. പക്ഷേ നമുക്കിപ്പോൾ അതാ മോഡൽ എക്സാം കഴിഞ്ഞു, എക്സാം പാറ്റേൺ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് സൂപ്പർ പ്രോഫിറ്റിന്റെ കൂടെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പഠിക്കാം. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും രണ്ടും പഠിച്ചിരിക്കണം. ചിലപ്പോൾ 4 8 മാർക്കിക്ക് പോയാലോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഘടന. ഇനി ഒപ്പം ലോൺ അക്കൗണ്ട് വളരെ സുഖമാണ്. ലോൺ അക്കൗണ്ട് നമ്മൾ 4 വർഷത്തിനെങ്കിലും പഠിക്കണം. മാത്രമല്ല ചിലപ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ ഒരാൾക്ക് 1 lakh rupees നമ്മൾ ഡ്യൂ ഉണ്ട്. അതിൽ 20,000 ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുത്തു. അപ്പൊ ക്യാഷ് ആയിട്ട് 20,000 കൊടുത്താൽ ബാലൻസ് എമൗണ്ട് എത്രയുണ്ട്? 80,000 രൂപയാണുള്ളത്. ഈ 80,000 4 കൊല്ലത്തിന് കൊടുക്കാൻ പറയും. അപ്പൊ ഈ ക്യാഷ് ആയിട്ട് കൊടുത്തത് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ ഇപ്പൊ ലോൺ അക്കൗണ്ട് നല്ല സുഖമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാതും കൂടി നമ്മൾ നോക്കാം. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇവിടെ റിവാലുവേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്തു, അല്ലെങ്കിൽ അസറ്റിന്റെ വില കൂടിയത് ഇത്ര പെർസെന്റേജ് ആണ്, പെർസെന്റേജ് റെഡ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് വേണം കൂടുതൽ റെഫർ ചെയ്യാനായിട്ടാ. പിന്നെ ആവറേജ് പ്രോഫിറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലോസ് വരണ വർഷങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് കൂടി പഠിക്കാം. 5 വർഷത്തെ പ്രോഫിറ്റിന്റെ ഉള്ളിൽ 1 വർഷം ലോസ് ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനിലും വരുന്ന ഡിഫിക്കൽട്ടീസും കൂടി ജസ്റ്റ് നോക്കണം. ചിലപ്പോൾ നമുക്ക് എളുപ്പമുള്ളതാവും വരിക, പക്ഷെ നമ്മൾ അത് മാത്രം പ്രതീക്ഷിക്കരുത്. നമ്മൾ നല്ല ടഫാവും എന്ന് വിചാരിച്ചിട്ട് തന്നെ പഠിക്കാം. പിന്നെ റിയലൈസേഷന്റെ പ്രോബ്ലം പഠിക്കാം. റിയലൈസേഷന്റെ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കേണ്ടത് ഒരു റിയലൈസേഷൻ അക്കൗണ്ടിന്റെ കൂടെ നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒപ്പം ക്യാഷ് അക്കൗണ്ട് ഇത് 3ഉം കൂടിയിട്ടുള്ള പ്രോബ്ലം പഠിക്കാം. റിയലൈസേഷൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ JLP റിസർവ്, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഇതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഈ അക്കൗണ്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്നത് എങ്ങനെയാണ്, അതോ വീതിച്ചെടുക്കുന്നത് എങ്ങനെയാണ്, സറണ്ടർ വാല്യൂ ഒക്കെ തന്ന എങ്ങനെയാണ്, ആ ഒരു പ്രോബ്ലം വേണം നോക്കാനായിട്ട്. കാരണം നമുക്ക് 6 മാർക്കിലേക്ക് പോകണതൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇത് ഫസ്റ്റ് ചാപ്റ്ററിലാട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഇത് എളുപ്പമുള്ളതാണ് വരിക. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 2 രീതിയിൽ തയ്യാറാക്കാൻ പഠിക്കണം. ഫിക്സഡും ഫ്ലക്ച്വേറ്റിങ്ങും. ചിലപ്പോൾ നമുക്ക് ഒരു ക്യാപിറ്റൽ തന്നിട്ട് ഒരു അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഫിക്സഡും 2 മെത്തേഡിലും പഠിക്കണം. ചിലപ്പോൾ 2 മെത്തേഡും കൂടി 6 മാർക്കിന് ചെയ്യാൻ പറയും. അതായത് 2 പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ ഡീറ്റെയിൽസ് ചെയ്യും. അത് നമ്മളോട് ഫിക്സഡിലും ഫ്ലക്ച്വേഷനിലും ചെയ്യാൻ പറയും. അപ്പൊ 2 മെത്തേഡും നിങ്ങൾക്ക് അറിയണം. ഒപ്പം തന്നെ അതിൽ P&L അപ്രോപ്രിയേഷൻ വിത്ത് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ 2 അക്കൗണ്ട് തയ്യാറാക്കാൻ വരും. ഇതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം 6 മാർക്കിൽ. ഇവിടെ നമ്മൾ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടും തയ്യാറാക്കാം. ഒപ്പം അതിന്റെ കൂടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് essay ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് 7 ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞ പോലെ 7 ക്വസ്റ്റ്യൻസ് നമുക്ക് 8 മാർക്ക് എന്നുള്ളതിൽ 6 മാർക്കിലേക്ക് പോവാം. 2 ക്വസ്റ്റ്യൻസ് ആണ് 6 മാർക്കിന് വരിക. അപ്പൊ 12 മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഏത് സെക്ഷനിൽ? നമ്മുടെ
essay മാർക്ക് എന്ന് പറഞ്ഞ സെക്ഷനിൽ. അത് ആദ്യമേ നിങ്ങളടുത്ത് പറയാൻ കാരണം നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ഇന്നും നാളൊക്കെ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ആ ലെവലിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റേ നിങ്ങളടുത്ത് പറയാൻ കാരണം. ഇനി ഇതൊക്കെ നമ്മളിനി വീഡിയോ അപ്ലോഡ് ചെയ്യും. അതായത് നമ്മൾക്കിനി 12 മാർക്കിന് ചോദിക്കാവുന്ന 6 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം 2 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. AFS കുട്ടികൾക്ക് പഠിക്കേണ്ടത്, CA കുട്ടികൾക്ക് പഠിക്കേണ്ടത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓൾ തിയറീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം 35 മാർക്സ് ഒപ്പിക്കാൻ പറ്റാവുന്ന പ്രോബ്ലം വിത്ത് തിയറീസ് ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.